ഓക്കെ, നമസ്കാരം. മലയാളത്തിൽ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു സർവേ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സർവേ ഈസ് അബൌട്ട് ന്യൂ ലക്ഷറി ഗിഫ്റ്റ് പ്രോഡക്റ്റ്. യുവർ ഫീഡ്ബാക്ക് വിൽ ബി ഡയറക്ട്ലി ഇൻഫോം ഹൗ ദി കോൺസെപ്റ്റ് ഈസ് ഫൈനലൈസ്ഡ് ആൻഡ് ബോട്ട് ടു ദ മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതാണ് സർവേയുടെ കണ്ടൻറ്റ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ സർവേരകത്ത് കയറിയിരിക്കുന്നത്. ഇത് കിട്ടും കിട്ടാതിരിക്കാം. ഓക്കെ, നിങ്ങൾ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യില്ല, അടുത്തതിലേക്ക് പോകണം. ഓക്കെ, പിന്നെ VPN ഓണാക്കരുത് ദയവ് ചെയ്ത്. VPN ഓണായി കഴിഞ്ഞാൽ ഇതെല്ലാം ബ്ലോക്കായി പോകും കേട്ടോ അവർ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിന് ടിപ്പിക്കൽ ഇയർ ഹൗ ഓഫ്റ്റൺ ഡു യു ട്രാവൽ ഇൻ്റർനാഷണലി. അപ്പോൾ ഇൻ്റർനാഷണൽ ഒരു വർഷം എത്ര വട്ടം ട്രാവൽ. അപ്പോൾ ട്രാവലിൻ്റെ അതും ഫ്ലൈറ്റിൻ്റെ അതും ബുക്കിങ്ങും അക്കോമഡേഷൻ്റെയൊക്കെ ഒരു സർവേ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. ഹാവ് യു എവർ ട്രാവൽ ടു കാനഡ ഇഫ് യു ആർ നോട്ട് കാനഡിയൻ? യെസ് കൊടുക്കുക. ബോട്ട് കാനഡിയൻ ഗിഫ്റ്റ് ഫ്രം കാനഡ. ഓക്കെ, അത് രണ്ടും കൊടുത്ത്. ഹാവ് യു പർച്ചേസ്ഡ് എ ലക്ഷറി ഗിഫ്റ്റ് ഐറ്റം സമൺ എൽസ്? യെസ്. ഇവിടെ നോ കൊടുക്കുകയാണെങ്കിൽ ഇത് സ്ക്രീൻഡ് ഔട്ട് ആകും. കാരണം ഈ ആദ്യം നമ്മൾ വായിച്ചത് ലക്ഷറി ഗിഫ്റ്റിൻ്റെ സർവേയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോജിക് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഹൗ ഓഫ്റ്റൺ ഡു യു ബൈ ഗിഫ്റ്റ് ഓവർ $150 ഗിഫ്റ്റ് എത്ര ഒക്കേഷൻ? സം ടൈംസ് എന്ന് മെൻഷൻ ചെയ്താൽ ഈ പേഴ്സണൽ ഗിഫ്റ്റ് സം ടൈംസ്, ബിസിനസ് കോർപ്പറേഷൻ ഗിഫ്റ്റ് ഓഫ്റ്റൺ. ഓക്കെ, സ്പെഷ്യൽ ഒക്കേഷൻ സം ടൈംസ്. ഓക്കെ, when purchasing gift from other outside your immediate family, how important is your gift? Reflect your following. നമ്മൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ഓക്കെ, അടുത്ത when purchasing gift from other outside your immediate family, how important is to gift? Reflecting something about your identity. ഓക്കെ, element of prestige or luxury. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ കുഴപ്പമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അറിയത്തില്ല എത്ര സമയം എടുക്കുന്നതെന്നുള്ള. ഓക്കെ, നോക്കാം കിട്ടുമെന്നുള്ള അറിയത്തില്ല. ഓക്കെ, അടുത്തതിലേക്ക് വന്ന് കോൺസെപ്റ്റ് പ്രിവ്യൂ. പ്ലീസ് റീഡ് കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ഓക്കെ, അതുപോലെ ട്രിക്കൊന്നുമില്ല, ട്രിക്കി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഡിജിറ്റൽ. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയം എടുക്കുക. മെയിനായിട്ട് നിങ്ങൾ റഷ് ചെയ്യല്ല സർവേയിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ടൈമർ ഓരോ പേജിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർ ഓക്കെ, നിങ്ങളത് റഷ് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ സ്ക്രീൻഡ് ഔട്ട് ആവും, നിങ്ങൾ ടെർമിനേറ്റ് ആവും. പിന്നെ കുറച്ച് നേരത്തേക്ക് സർവേ വരത്തില്ല. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കാനഡിയൻ ഹെയർലൂം എന്നാണ് കോൺസെപ്റ്റിൻ്റെ പേര്. ഇത് ലക്ഷറി ഗിഫ്റ്റാണ് കേട്ടോ. ഇത് മദ്യമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, മദ്യമാണോ സ്പ്രേ ആണോ നമുക്ക് മനസ്സിലാക്കാം. A precisely set tray crafted from rare Canadian eye maple. Okay, leather bounded booklet resting on the tray documenting the gift provides limited edition registration number and certificate of authenticity. Genuine product ആണ് കേട്ടോ ഇത്. ബോൺ ഇൻ വിൻ്റർ പ്യുവർ മേപ്പിൾ സിറപ്പ് എന്നാണ് പറയുന്നവർ. ഓക്കെ, in the bottle is award winning Canadian maple syrup എന്ന് പറഞ്ഞ 600 ml harvested at 6 degree below zero from single forest of pristine. ഓക്കെ, ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇമേജ് ബിലോ ഹൗ അപ്പീലിംഗ് ഈസ് എ ഗിഫ്റ്റ് കോൺസെപ്റ്റ് ഫോർ യു? എക്സ്ട്രീംലി അപ്പീലിംഗ് കൊടുക്കുക. വൈ ഡിഡ് യു ഗീവ് ദാറ്റ് റേറ്റിംഗ്? അപ്പോൾ ഒന്ന് പറയണം. ദ കണ്ടൻറ്റ് ഈസ് awesome and I like the luxury
പ്രോഡക്റ്റ് പ്രോഡക്റ്റ് വെരി മച്ച്. ഓക്കെ, എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. ഹൗ മച്ച് ഡസ് ദിസ് അൺബോക്സിങ് സീക്വൻസ്, ഓക്കെ, അതെന്താ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഡിക്രീസ് വാല്യൂ കൊടുക്കുക. ഓക്കെ, അടുത്തത് സംതിങ് അപ്പീലിംഗ് കൊടുക്കുക, എക്സ്ട്രീംലി അപ്പീലിംഗ് കൊടുക്കുക. ഇതിൽ ട്രാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന നോക്കിക്കൊള്ളാം കേട്ടോ, ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ പറയും പർട്ടിക്കുലർ ഓപ്ഷൻ. ഓക്കെ, എക്സ്ട്രീംലി അപ്പീലിംഗ് കൊടുക്കുക, എക്സ്ട്രീംലി യൂണീക്ക് കൊടുക്കുക, ഗിവ് ടു മോസ്റ്റ് ലൈക്ക് ടു ബൈറ്റ് മൈസെൽഫ് ബിസിനസ് അസോസിയേറ്റ്. ഓക്കെ, 3 കൊടുക്കുക. ഓക്കെ, അവിടെ നെക്സ്റ്റ് പോവുക. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണോ ഇവരെ ആപ്ലിക്കേഷൻ സ്ലോ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. എന്തായാലും സർവേ പോകത്തില്ല, അത് കിട്ടുമെന്ന് തോന്നുന്നത്. അടുത്ത വന്നിട്ടുണ്ട്. അടുത്ത പേജ് വന്ന് ഹാർവസ്റ്റ് 4th ജനറേഷൻ ന്യൂ സ്റ്റൈൽ. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സ്ലൈറ്റ്ലി കമ്പലിങ് കൊടുക്കുക. ഓക്കെ, നല്ല ലാഗാണ്. ഓക്കെ, കുഴപ്പമില്ല. അത് ചിലപ്പോൾ ഇമേജ് ഫയൽ വല്ലതും ആവാൻ ചാൻസ് ഉണ്ട്, അതായിരിക്കും. ഓക്കെ, രണ്ടാമത് ഒന്നും കൂടെ കൊടുത്താൽ ഓക്കെ. സിറപ്പാണ് കേട്ടോ. സിറപ്പ് ഈസ് ഹൗസ്ഡ് ഇൻ ദ കസ്റ്റം ക്രിസ്റ്റൽ സ്റ്റൈൽ ഡിക്കാൻറ്റർ വിച്ച് ഈസ് ടു ഡെക്കേറ്റർ ഓപ്ഷൻ ഡു യു പ്രിഫർ. ഓക്കെ, 2 തന്നിട്ടുണ്ട്. അതിൻ്റെ കസ്റ്റമൈസ്ഡ് ഓപ്ഷനാണ്, ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചോദിക്കും. ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, അത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ, ലക്ഷറി ഐറ്റംസാണ്. നെക്സ്റ്റ് കൊടുക്കാം. ഈ ഇമേജ് വരാൻ വേണ്ടിയാണത് ഇത്രയും ലോഡാ സമയമെടുത്തത്. ഓക്കെ, റിവ്യൂ ദി ഫോളോയിങ് 3 ബ്രാൻഡ്സ് ഓപ്ഷൻ 6 ബിലോ ഐഡൻറ്റിറ്റി. റിവ്യൂ ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഒരെണ്ണം സെലക്ട് ചെയ്യുക, എക്സെപ്ഷണലി വെൽ കൊടുക്കുക. ഓക്കെ, ഓക്കെ. വിച്ച് ലോഗോ ട്രീറ്റ്മെൻറ്റ് ഡു യു പ്രിഫർ. ലോഗോ 1 കൊടുത്തായി. ഓക്കെ, ലോഗോ 1 നമ്മൾ കൊടുത്തത്. ലോഗോ 1. ഇമേജ് ആയതുകൊണ്ടാണ് ഇത്രയും ലോഡാവുന്നത് കേട്ടോ. ഓക്കെ,
ഓക്കെ, അത് കഴിഞ്ഞു അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഒരു പോസിറ്റീവ് ആൻസർ കൊടുക്കുക എല്ലാത്തിനും കേട്ടോ, നെഗറ്റീവ് കൊടുക്കുന്നതിനെ കാട്ടിയേ. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സർവേ കിട്ടുകയാണെങ്കിൽ ഞാനത് ചിലപ്പോൾ $1 വല്ലതും കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരാം പേപ്പാലിലേക്ക്. യു ഇൻഡിക്കേറ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ബി എക്സ്ട്രീംലി ലൈക്ക് ടു പർച്ചേസ് ദിസ് പ്രോഡക്റ്റ്. ടെൽ us why you why അതിൻ്റെ റീസൺ ചോദിക്കുന്നു കേട്ടോ. ദിസ് പ്രോഡക്റ്റ് ഈസ് വെരി അട്രാക്റ്റീവ്, അഫോർഡബിൾ ആൻഡ് അട്രാക്റ്റീവ്. ഓക്കെ, ഇത് എഴുതാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയി ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ ഇട്ടിട്ടെ ജസ്റ്റ് അങ്ങ് എൻ്റർ ചെയ്തായി. അപ്പോൾ ഞാൻ മൊബൈൽ വഴി ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന്. പക്ഷേ ഈ ചെയ്യുന്ന സർവേ ചില സർവേ ആപ്പായിരിക്കുമ്പോൾ കൺവീനിയൻറ്റ്, ചിലത് നമുക്ക് ഡെസ്ക്ടോപ്പ് ആയിരിക്കും കൺവീനിയൻറ്റ്. അങ്ങനെ ഓരോരുത്തരൊക്കെ ഓരോ ഇതുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടൻറ്റ് എഴുതി കൊടുത്താൽ. ഓക്കെ, ചോദിക്കുന്ന അനുസരിച്ചുള്ള റെസ്പോൺസ് ചെയ്താൽ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. മാക്സിമം എത്ര വരെ പോകുമെന്ന് പറയാം. ഇപ്പോൾ 150 തൊട്ട് 199 എൻ്റർ ചെയ്യാം. ഓക്കെ, അതായത് കാണിച്ച സ്പ്രേ ആണെന്ന് തോന്നുന്നു. അതിന് എത്ര $1 വരെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറെന്നാണ് ചോദിക്കുന്നവർ. ഓക്കെ, ഇതൊന്ന് ഇവരെ സൈറ്റ് ഭയങ്കര സ്ലോ ആണെന്ന് തോന്നുന്നു. ബാക്കപ്പ് ഒന്ന് നടക്കേണ്ടതായിരിക്കും, കുഴപ്പമില്ല. തീരാറായി, ഒരു ഹാഫ് വേസ്റ്റേജ് ആയി. ഓക്കെ, അത് സ്ട്രോങ്ലി എഗ്രി കൊടുത്തായി. എഗ്രി കൊടുക്കുക. അടുത്തതിലേക്ക് പോവാം. നോ നത്തിങ് പറഞ്ഞിട്ട് ഓൾ ആർ ഗുഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തായി. ഓക്കെ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മളെ ഏജ് ചോദിക്കുന്നുണ്ട്. ഇത് എൻഡ് ഓഫ് ദി സർവേ ആകുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീമെയിൽ ആവാം, മെയിൽ ആവാം. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഫുൾ ടൈം കൊടുക്കുക. പിന്നെ ഒരു നല്ലൊരു ഡെസിഗ്നേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വലിയ ഇത് ലേബറെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇതാവും, സ്ക്രീൻ ഔട്ട് ആവും. നിങ്ങൾ ഹൗസ് ഹോൾഡിൻ്റെ സാലറിയൊക്കെ നല്ല സാലറി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇത് കിട്ടൂലെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ തരേണ്ടതാണ്. ചില സർവേ നമ്മൾ മൊത്തം ചെയ്തിട്ട് അവർ അവസാനം നമ്മൾ സ്ക്രീൻ ഔട്ട് ചെയ്ത് കളയും, തരത്തില്ല. അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. വെയിറ്റ് ചെയ്യാം.
കിട്ടി കേട്ടോ. ബാലൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 945. അപ്പോൾ ഇതിന് നല്ലൊരു റേറ്റിംഗ് കൊടുത്തിട്ട് ഞാനിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇത് 945 പോയിൻ്റാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് കൊടുക്കുക. പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 പോയിൻ്റാണ് $1. ഓക്കെ, ഇപ്പോൾ നമുക്ക് 1000 ആയിട്ടില്ല. ഓക്കെ, 945 987 ആയിട്ടുള്ളൂ. വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ടാസ്കുകളുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഗെയിം കളിച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ സ്കില്ലും കഴിവും ടൈമും ഒക്കെ അനുസരിച്ചായിരിക്കും. ഓക്കെ, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. വലിയ പോക്കറ്റ് മണിക്ക് ഇത് നല്ലതാണ്. ഒരു ദിവസം ഒരു $4-5 ഇതിന് കിട്ടും. ഓക്കെ, ഞാൻ എൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് കാണിച്ചു തരാം. ലീഡർ ബോർഡ് കാണിച്ചു തരാം. അതിലിപ്പോൾ ആൾക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതിൽ. ലീഡർ ബോർഡ് ഉണ്ട്. ഓരോ ആൾക്കാർക്ക് ഈ 2 ലക്ഷം പോയിൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ആൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എക്സ്ട്രാ ബോണസ് കൊടുക്കും അവർ. ഓക്കെ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത് കൊടുക്കാം, റിഡീം കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ 26 സർവേ കംപ്ലീറ്റ് ഉണ്ട്. ഇത്രയും പോയിൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, എനിക്ക് $1 $1 $1 $1 $5 $1 $2 ഇത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഓക്കെ, ഇത് അവർ എപ്പോൾ വിഡ്രോ ചെയ്യണമെന്നുള്ളതേ. അപ്പം ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കത്തില്ല. അത് ആകുമ്പോൾ തന്നെ അപ്പോഴേ വിഡ്രോ ചെയ്ത് അത് അവിടെ കൊണ്ടുവരും. പേപ്പാൽ അക്കൗണ്ട്, ഇവിടെ ഒരു പേപ്പാൽ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അതേ സെയിം ഇമെയിലിൻ്റെ ഒരു പേപ്പാൽ അക്കൗണ്ട് കണ്ടോ. ഇതാണ് എൻ്റെ പേപ്പാൽ അക്കൗണ്ട്. ഇതിൽ $1 ഉണ്ട്. ഇതിലെൻ്റെ ഇവിടുത്തെ ലോക്കൽ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു $81. ഓക്കെ, വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു $23. നാട്ടിലൊരു പേപ്പാൽ അക്കൗണ്ട് ഉണ്ട്. അത് കൺവേർട്ട് ചെയ്ത് അവിടുത്തെ അക്കൗണ്ടിൽ പോയിക്കോളും. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ബാങ്കിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല സ്ട്രെസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതാണ്. ഓക്കെ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്രാൻസാക്ഷൻ എടുക്കുന്നത് 1 മിനിറ്റ്. ഇതല്ല ട്രാൻസാക്ഷൻസ് കണ്ടോ. ഇതെല്ലാം ജെന്യൂനാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഞാൻ. ഓക്കെ, ഒരുപാട് ഫേക്ക് ആപ്ലിക്കേഷനുണ്ട്. അതിലൊന്നും നിങ്ങൾ തല വയ്ക്കല്ലേ. $25 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. $25 കൺവേർട്ട് ചെയ്ത് ഇതായത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റാണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, 12.5 $27. ഓക്കെ, അത് $77 ദർഹം. $20 വിഡ്രോ ചെയ്തിട്ടുണ്ട്. $28 $35 വിഡ്രോ ചെയ്തിട്ടുണ്ട്. $29 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. $5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനിത് 6-7 കൊല്ലമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഒരു ഇത് അറിയാം. പക്ഷേ ഞാൻ നല്ല സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടില്ല. ഒരു പാർട്ട് ടൈം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക്